ഓക്കെ, ഇതാണ് ആക്സസ് കൺട്രോൾ വിത്ത് മാഗ്നറ്റ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. സോ അപ്പോൾ ഇന്ന് അതല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ഫയറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. ഫയറിൻ്റെ NC കോൺടാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് അതുമായിട്ട്. ഓക്കെ, സോ ഇവിടെ കഴിഞ്ഞാൽ മാഗ്നറ്റ് ലോക്കാണ്. ഓക്കെ, ഇത് ആക്സസ് കൺട്രോൾ വർക്ക് ചെയ്യുന്ന കാർഡ് ത്രൂ ആണ്. ഓക്കെ, റിലീസായിട്ടുണ്ട്. കാർഡും ഉണ്ട്, അകത്തൊരു എക്സിറ്റ് ബട്ടണും ഉണ്ട്. ഓക്കെ, മാഗ്നറ്റ് ലോക്ക് ആയിട്ടുണ്ട്, എക്സിറ്റ് ബട്ടൺ വർക്കിംഗ് ആണ്. അപ്പോൾ പ്രോപ്പർലി കണക്ഷൻസ് എല്ലാം റെഡിയാണ്. ഇനി എനിക്ക് ഫയറിൻ്റെ അവിടെ നിന്ന് കിട്ടുന്ന കേബിള് 2 കേബിളാണ്. ഓക്കെ, ഈ 2 കേബിളാണ് ഫയറിൻ്റെ അവിടെ നിന്ന് വരുന്നത്. ഇതിനെ എങ്ങനെ ആക്സസ് കൺട്രോളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ആദ്യം തന്നെ ഫയറിൻ്റെ ഒരു കേബിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് NC ആണോ NO ആണോ എന്ന് പ്രോപ്പർലി ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു മൾട്ടിമീറ്റർ വേണം. മൾട്ടിമീറ്റർ ഒരു പ്രോബ് ഫയറിൻ്റെ ഒരു കേബിളിലും മറ്റേ പ്രോബ് ഫയറിൻ്റെ മറ്റേ കേബിളും കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി ബട്ടണിൽ, ഇതാണ് കണ്ടിന്യൂറ്റി ബസർ ബട്ടൺ വരുന്നത്, അതിലേക്ക് സ്വിച്ച് ചെയ്യുക. ഓക്കെ, ഓക്കെ, ബസർ കേൾക്കുന്നുണ്ടെങ്കിൽ അത് NC കോണ്ടാക്റ്റ് ആണ്. ബസർ കേൾക്കുന്നില്ലെങ്കിൽ അത് NO കോണ്ടാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ NC കോണ്ടാക്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തുക. ഇനിയിപ്പോൾ ബസർ കേട്ടില്ലെങ്കിൽ കൺഫേം ചെയ്യാനായിട്ട് ഫയറിൻ്റെ ടീമിനോട് ചോദിക്കുക, ഇത് NC കോണ്ടാക്റ്റ് ആണോ NO കോണ്ടാക്റ്റ് ആണോ എന്ന്. NC കോണ്ടാക്റ്റ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ അത് കൺഫേം ചെയ്തു NC കോണ്ടാക്റ്റ് ആണെന്നുള്ളത്. ഇനി ഇത് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ ഈ കേബിള് മാഗ്നറ്റിൻ്റെ സൈഡിൽ എത്തിക്കുന്നതായിരിക്കുക. ഓക്കെ, എവിടെയാണെങ്കിൽ ഇവിടെ ഡിവൈസിൻ്റെ സൈഡിലെത്തിയാലും മാഗ്നറ്റിൻ്റെ സൈഡിലെത്തിയാലും നമുക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ മാഗ്നറ്റിൻ്റെ സൈഡിൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ മാഗ്നറ്റിൻ്റെ പ്ലസ് വരുന്നത് ഡയറക്റ്റ് സപ്ലൈ എന്നാണ്. ഓക്കെ, പോസിറ്റീവ് സപ്ലൈ എന്ന് വരുന്നത്. മാഗ്നറ്റിൻ്റെ മൈനസ് വരുന്നത് ഡിവൈസ് ത്രൂ ആണ്. ഏത് നമ്മുടെ ആക്സസ് കൺട്രോൾ ഡിവൈസ് ത്രൂ ആണ് മാഗ്നറ്റിൻ്റെ മൈനസ് വരുന്നത്, മാഗ്നറ്റിലേക്കുള്ള മൈനസ് വരുന്നത്. സോ ഈ മാഗ്നറ്റിലേക്കുള്ള മൈനസിനെ ഞാൻ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് രണ്ട് കേബിളായിട്ട് ഇപ്പോൾ ഈ മാഗ്നറ്റ് റിലീസ് ആയിട്ടുണ്ട്, വർക്കിംഗ് അല്ല. ഓക്കെ, 2 സെപ്പറേറ്റ് കേബിൾസ് കിട്ടി. ഓക്കെ, ഈ കേബിളിൻ്റെ ഒരറ്റത്ത് നമ്മുടെ ഫയറിൽ നിന്ന് വരുന്ന കേബിൾ കണക്ട് ചെയ്യുക, മറ്റേ അറ്റത്ത് ഫയറിൻ്റെ മറ്റേ കേബിൾ കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഫയറിൻ്റെ കേബിളാണ് ഈ 2 എണ്ണം. അതിലൊരെണ്ണം നമ്മുടെ മാഗ്നറ്റിൽ നിന്ന് റിലീസ് ചെയ്ത ഡിവൈസിൽ നിന്ന് വരുന്ന കേബിൾ, അതാണ് ഈ കേബിൾ കണക്ട് ചെയ്തു. മറ്റേ കേബിള് ഫയറിൻ്റെ കേബിള് മാഗ്നറ്റിലേക്ക് പോകുന്ന ബ്ലാക്ക് കേബിളിൽ കണക്ട് ചെയ്ത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് ആണ്. ഓക്കെ, ഇനി ഫയറിൻ്റെ ആ കേബിള് അത് ഫയർ അടിക്കുവാണെങ്കിൽ ഈ കോണ്ടാക്റ്റ് വിടും, അത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വർക്കിംഗ് ആണ്. ഓക്കെ, ഇനി ടൈറ്റാണ്. ഓക്കെ, ഫയറിൻ്റെ കോണ്ടാക്റ്റ് വിടുകയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഫയറിൻ്റെ കോണ്ടാക്റ്റ് വിട്ടു. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ മാഗ്നറ്റ് റിലീസ് ആയിട്ടുണ്ട്. ഓക്കെ, വേറെ നമ്മൾ ആക്സസ് കാർഡിലൊന്നും ചെയ്തിട്ടില്ല. ഇനി ഫയറിൻ്റെ കോണ്ടാക്റ്റ് നമ്മൾ കൊടുത്തു. ഓക്കെ, ഫയറിൻ്റെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്, മാഗ്നറ്റ് ലോക്കാണ്. നമ്മുടെ ബാക്കി ഫങ്ഷനുകളെല്ലാം അതേപോലെ നടക്കും. വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവൈസ് വർക്കാവും. ഓക്കെ, ഡിവൈസ് മാഗ്നറ്റ് ലോക്കായിട്ടുണ്ട്. നമ്മൾ കാർഡ് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റ് റിലീസ് ആയിട്ടുണ്ട്. ബാക്കി വർക്കിംഗ് എല്ലാം അതുപോലെ നടക്കും. അപ്പോൾ ഫയറിൻ്റെ ഇൻ്റഗ്രേഷൻ NC കോണ്ടാക്റ്റ് ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഡിവൈസിൻ്റെ സൈഡിലാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്, കാണിച്ചു തരാം. ഡിവൈസിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പർപ്പിൾ കളർ കേബിള് ഇതുണ്ടോ, പർപ്പിള് ഇതാണ് ഡിവൈസിൻ്റെ മൈനസിൽ പോകുന്ന കേബിള്. ഓക്കെ, അതെന്ന് പറയുന്നത് NC കോണ്ടാക്റ്റാണ്, വൈറ്റ് പർപ്പിൾ. ഓക്കെ, NC കോണ്ടാക്റ്റ്. അപ്പോൾ ഈ കേബിളിനെ അത് നമ്മൾ റിമൂവ് ചെയ്യുക. കേബിളിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്, 2 രണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റ് റിലീസ് ആയിട്ടുണ്ട്, മാഗ്നറ്റ് പിടിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഈ കേബിളിൻ്റെ ഒരറ്റത്ത് ഫയറിൽ നിന്നുള്ളതും മറ്റേ അറ്റത്ത് ഫയറിൻ്റെ മറ്റേ കേബിൾ കണക്ട് ചെയ്യുക. നമ്മുടെ ഫയറിൻ്റെ കേബിൾ ഇതാണ്. അതിൻ്റെ ഒരു എണ്ണം നമ്മൾ പർപ്പിളിൽ കണക്ട് ചെയ്ത് മറ്റേതെടുത്തിട്ട് നമ്മുടെ മാഗ്നറ്റിലേക്ക് വന്ന കേബിൾ കണക്ട് ചെയ്ത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റ് ലോക്കാണ്. ബാക്കി എല്ലാ വർക്കിങ്ങും അതേപോലെ തന്നെ നടക്കും. റിലീസ് ആവുന്നുണ്ട്. ഓക്കെ, ലോക്കായിട്ടുണ്ട്. നമുക്ക് കാർഡ് വെച്ച് അൺലോക്ക് ചെയ്യാം. കാർഡ് വെച്ചിട്ടും അൺലോക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇനി ഫയർ അടിക്കുന്ന സമയത്ത് ഈ കോണ്ടാക്റ്റ് വിടുമെന്ന് നോക്കാം. ഓക്കെ, ഫയർ അടിച്ചു. ഓക്കെ, കോണ്ടാക്റ്റ് വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. മാഗ്നറ്റിൻ്റെ സൈഡിലോ ഡിവൈസിൻ്റെ സൈഡിലോ ഫയറിൻ്റെ കേബിൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം.